അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോക്കായാലും കുമ്പസാരായാലും എല്ലാ ദിവസവും ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടാനും എല്ലാത്തിനും തുടങ്ങി. എനിക്ക് കുറച്ച് ദേഷ്യം കുറച്ച് കൂടുതലായിരുന്നു. ഈ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരു ദേഷ്യത്തിനൊരു കൺട്രോൾ വന്നു. ഇപ്പോൾ എന്നെക്കാളും മൂത്ത ഒരാളാണ് ഫ്രണ്ടിൽ നിൽക്കണതെന്ന് വെച്ചാലും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഓരോന്ന് വിളിച്ച് പറയും. എന്നിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അതിനൊക്കെ ഒരു കൺട്രോൾ വന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആളോട് എന്താ പറയണ്ടേ എന്നുള്ള ഒരു ബോധ്യം വന്നതും എനിക്ക് അപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് വീണ്ടും വിസയ്ക്ക് വെച്ചു. പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും വെച്ചു വിസയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അതിൻ്റെ റിപ്ലൈ വന്നു, പക്ഷേ അത് വീണ്ടും റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ദൈവത്തിലുണ്ടായ വിശ്വാസം വീണ്ടും പോവാണ്. അതായത് ഇത്രയ്ക്കധികം ചെയ്തില്ലേ, ഇനി എന്താണ് എൻ്റെ മാതാവ് എൻ്റെ ഈശോ എനിക്ക് ഒന്നും ചെയ്തു തരാത്തതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ വീണ്ടും എന്നോട് പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്ക്, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിനക്ക് അത്ര വിശ്വാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു എന്നോട്. അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നുള്ളൂ, നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, നീ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് നിനക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് നീ പ്രാർത്ഥിക്ക്, ഒരു സാക്ഷിയായി ഉയർത്താൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതേപോലെ എന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കൃപാസനത്തിൽ വന്നെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ 10-ാം തീയതി എൻ്റെ വിസ അപ്രൂവായി. ഞാൻ ഈ ഒരു മാസം അവസാനത്തോടു കൂടി പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധിച്ചെന്ന അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി